നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വസന്തകുമാരി. എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില അസൗകര്യങ്ങൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പഴയ വീഡിയോയുടെ കമന്റുകളെല്ലാം ഞാൻ കണ്ടു. ഈസ്മെന്റ് റൈറ്റിനെ കുറിച്ചും വിൽപത്ര പോക്കുവരവിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള മറുപടി ഉടൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ്. അപ്പോൾ ഈ പോളിസി എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോംപ്രിഹെൻസീവ് പോളിസിയും ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസിയുമാണ്. ഇതിൽ കോംപ്രിഹെൻസീവ് പോളിസിയാണ് എല്ലാ കവറേജും നമുക്ക് കിട്ടുന്നത്. അതായത് ഓൺ ഡാമേജും പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജും എല്ലാം കൂടി കിട്ടുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാല്, മോഷണം പോയാല്, കത്തിപ്പോയാല് അങ്ങനെയൊക്കെയുള്ള കവറേജ് കിട്ടാനും നമ്മുടെ ഓണർക്കും ഡ്രൈവർക്കും ഉള്ള കവറേജുകൾ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി തന്നെ എടുക്കണം. അത് ഇപ്പോൾ പാക്കേജ് പോളിസി എന്നാണ് ഇപ്പോഴത്തെ അതിന്റെ പുതിയ പേര്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി മാത്രമേ കവർ ചെയ്യുകയുള്ളൂ. അതായത് നമ്മളെ വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിച്ചാൽ അത് അങ്ങനെ ആളിനെയോ വാഹനത്തെയോ ഇടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിരക്ഷയാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം പുറത്തിറക്കാൻ പറ്റൂ. അത് മസ്റ്റായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കോംപ്രിഹെൻസീവ് ഓണറുടെ ഡാമേജിന്റെ ഒന്നും മസ്റ്റായിട്ട് എടുക്കണ്ട. പക്ഷേ നമ്മൾ അത് മസ്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് കവറേജ് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഈ വിഷയം ചെയ്യാൻ കാരണം ഒരു ക്ലയന്റ് എന്റെ ക്ലയന്റിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് സ്ട്രോക്ക് വരികയും അയാളുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോള് തെറ്റി ഡിവൈഡറേയും ഇടിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബസ്സിനെ ചെന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. അപ്പം അത് എതിരെ വന്ന വണ്ടിക്കാരന്റെ കയ്യിൽ നെഗ്ലിജൻസ് അല്ല, ആ വണ്ടിക്കോ ഡ്രൈവർക്കോ എതിരെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയോ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ സ്വന്തം വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെയും ആ പോളിസി കണ്ടപ്പോൾ അത് സ്റ്റാൻഡ് അലോൺ പോളിസി ആയിരുന്നു. അതായത് ഒരു 3 വർഷത്തേക്കുള്ള പോളിസി ഒരുമിച്ചെടുത്തതാണ്. 3 വർഷത്തേക്കും 5 വർഷത്തേക്കും ഒക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ ആ പോളിസിയിൽ കണ്ട പ്രത്യേകത അതിൽ 1 വർഷത്തേക്ക് മാത്രമേ ഓണർക്ക് കവറേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പോളിസികൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം. ഈ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എല്ലാം ഓണർക്ക് വേണ്ടി പ്രത്യേകം PA കവറേജ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പ്രീമിയം നമ്മൾ അടയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓണർക്ക് ഇതിന്റെ കവറേജ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പോളിസി കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ കവറേജും നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോംപ്രിഹെൻസീവ് പോളിസി, അതായത് പാക്കേജ് പോളിസി തന്നെ എടുത്തിരിക്കണം. അതായത് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിലെ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും തേർഡ് പാർട്ടി അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അതേപക്ഷം നമ്മൾ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ ആണെങ്കിൽ ഈ ഡ്രൈവർക്കും അതിന്റെ പാസഞ്ചേഴ്സിനും എല്ലാം കവറേജ് കിട്ടും, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് കിട്ടും. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ കോംപ്രിഹെൻസീവ് പോളിസി PA കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ബെനിഫിറ്റുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർ അതിന്റെ നേച്ചർ അല്ലെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം. പലരും ഈ പോളിസി ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യത്തില്ല. അതിന്റെ പ്രീമിയം അടയ്ക്കും, പോളിസി വാങ്ങിച്ചു വെക്കും. പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒരു ക്ലെയിം വരുമ്പോഴായിരിക്കും ഈ പോളിസി നിവർത്തി നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം എടുക്കുന്ന പോളിസി എന്ത് ടൈപ്പ് ഉള്ളതാണെന്ന് നിങ്ങൾ നോക്കിയിരിക്കുകയും അതിന് കൃത്യമായിട്ടും അതിന്റെ കവറേജ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, ഓണറിനെയും ഡ്രൈവറെയൊക്കെ കവർ ചെയ്യുന്ന PA കവറേജ് വരുന്നുണ്ടോ, ഓൺ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.